ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് വെൽക്കം ടു മൈ അടുത്ത സ്പോൺസർഷിപ്പ് വ്ലോഗ്. സോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൗസ് കീപ്പിംഗ് വേക്കൻസിയെ കുറിച്ചാണ്. സോ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേറെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കെയർ എക്സ്പീരിയൻസ് അല്ല, വേറെ മാനേജ്മെന്റ് റോൾസ് ഒന്നും എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് UK നമുക്ക് വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നതാണ്. സോ ഇതിനൊക്കെ എന്ത് ഉത്തരം പറയണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് ഓരോരോ വേക്കൻസികളായിട്ട് ദൈവവും റിക്രൂട്ട്മെന്റ് ഏജൻസികളും ഇങ്ങനെ വരുന്നത്. സോ ഇന്നത്തെ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ ഒരു വേക്കൻസിയാണ്. സോ ഇത് റിക്രൂട്ട് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി ഏജൻസിയാണ്. ആൻഡ് ഇതിന് വിസ സ്പോൺഷിപ്പ് ഉണ്ട്. പക്ഷെ അത് അവരുടെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ട്. അവർ ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 5 years എക്സ്പീരിയൻസ് വേണം ഹൗസ് കീപ്പിംഗിൽ. സോ അത് എവിടെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. UK തന്നെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർസീസ് ആയാലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഇന്റർനാഷണൽ എക്സ്പീരിയൻസും അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അവർക്ക് മിനിമം 4 to 5 years എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 4 അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 star ഹോട്ടലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് അവർ ഒരുക്കി തരുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ആൾക്കാർ ഇവിടെ തന്നെ വേണം, ലൈക്ക് ദ പേഴ്സൺ ഷുഡ് ബി ഇൻ ദി UK, അല്ലെന്നുണ്ടെങ്കിൽ ഓവർസീസ് കാൻഡിഡേറ്റ്സിനെയും അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സോ അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്രമാത്രം സ്ട്രോങ് ആണോ അതനുസരിച്ചായിരിക്കും റിക്രൂട്ട്മെന്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ. സോ ഇത് അപ്ലൈ ചെയ്യുന്ന വളരെ സിമ്പിളാണ്. അവർക്ക് ഒന്നെങ്കിൽ ആൻസർ റിക്രൂട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കയറി നമുക്കത് പോസ്റ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡീഡ് വഴി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈസിലി ആയിട്ട് പോസ്റ്റ് ചെയ്യാം. സോ ഇതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്ത പോലെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ ഏതായാലും ഒരുപാട് ആൾക്കാർ കുറേ സപ്പോർട്ട് എനിക്ക് ചെയ്തു. അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. സോ നിങ്ങൾക്ക് അവിടെ ഞാൻ റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അടി വന്ന് കമന്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നതായിരിക്കും. സോ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. സോ ഏതായാലും ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ദർ വിൽ ബി എ ലിസ്റ്റ് ഓഫ് സ്പോൺസർഷിപ്സ് നൗ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുടിക്കുക. നമ്മൾക്ക് ഏതായാലും വലിയൊരു ഫാമിലി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇനിയും ഒരുപാട് വീഡിയോസ് വരാൻ വേണ്ടിയുണ്ട്. സോ ഏതായാലും അടുത്ത വീഡിയോ കാണാം. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.